Hello, welcome back to The Heaven of Storyteller 2.0. ചെകുത്താൻ്റെ പ്രണയം പുതിയ പാട്ട് തുടങ്ങുന്നു. രാത്രി ഒരുപാട് കടന്നുപോയിരുന്നു. ഇപ്പോൾ സമയം ഏതാണ്ട് രാവിലെ 3 മണിയാകുന്നു. രുദ്രൻ ഉറങ്ങാതെ കിടക്കുകയാണ്. എന്തോ വലിയ ആലോചനയിൽ. ഒപ്പം തൻ്റെ നെഞ്ചിൽ കിടക്കുന്നവളെ ഒന്ന് നോക്കി. കരഞ്ഞു തളർന്ന് കിടക്കുകയാണ്. രുദ്രൻ പതിയെ അവളുടെ നെറ്റിയിലേക്ക് വീണ മുടി ഒതുക്കിക്കൊണ്ട് അവൻ പതിയെ അവളുടെ നെറുകിൽ ചുംബിച്ചു. ആ സമയമെല്ലാം അവൻ്റെ മനസ്സിൽ ഇഷ പറഞ്ഞ വാക്കുകളായിരുന്നു. നീ വിഷമിക്കേണ്ട രുദ്ര, നീ മെസ്സേജ് കണ്ടിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു എനിക്ക്. കണ്ടിരുന്നുവെങ്കിൽ ഉറപ്പായി നീ എൻ്റെ അരികിൽ വന്നേനെ, എന്നെ രക്ഷിച്ചേനെ. ഒപ്പം ആ വാക്കുകളായിരുന്നു അവനെ തകർത്തത്. ഇഷയ്ക്ക് അവനിലുള്ള വിശ്വാസം. എന്നാൽ അതേസമയം താൻ അവളോട് ചെയ്തതോ? അതൊരു ചോദ്യചിഹ്നമായി അവൻ്റെ ഉള്ളിലും തറഞ്ഞു നിന്നു. ഉറങ്ങാനും കഴിയാതെ, തലയിൽ ചൂട് പിടിക്കുന്നത് സഹിക്കാൻ കഴിയാതെ രുദ്രൻ ബാത്റൂമിലേക്ക് കയറി. ബാത്റൂമിൽ കയറിയിട്ടിപ്പോൾ സമയം ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞു. രുദ്രൻ ഷവറിൻ്റെ ചോട്ടിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. അവൻ കരയുകയായിരുന്നു. ഇഷ അനുഭവിച്ച കാര്യങ്ങൾ, താൻ അവളോട് ചെയ്ത കാര്യങ്ങളെല്ലാം അവന് അംഗീകരിക്കാൻ കഴിയുന്നില്ലായിരുന്നു. മുത്തശ്ശി പോയതിൻ്റെ ദേഷ്യവും, ഒപ്പം കുടുംബക്കാരുടെ തന്തയില്ലാത്തവൻ എന്ന വിളി, എല്ലാം തന്നെ ഒരു ചെകുത്താനാക്കി മാറ്റുകയായിരുന്നു. അതിനവസാനം അത് പകയായി. ഈ സമയം റൂമിൽ കിടക്കുന്ന ഇഷ ഉറക്കത്തിൽ ഇടയ്ക്ക് എപ്പോഴും അവൾ കണ്ടു തുറന്ന് നോക്കുമ്പോൾ അടുത്ത് രുദ്രനില്ല എന്നവൾക്ക് മനസ്സിലായി. പരിഭ്രാന്തിയോടെ ഇഷ കണ്ണു തുറന്നു നോക്കി. ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ട അവൾക്ക് അവൻ ബാത്റൂമിലാണ് എന്ന് മനസ്സിലായി. അവൾ പതിയെ ബെഡിൽ എഴുന്നേറ്റിരുന്നു. അവനെ കാത്തു. കുറച്ചു നേരം കൂടി അവൾ കാത്തിരുന്നു. എന്നിട്ടും അവൻ പുറത്തു വരാത്തത് കണ്ട ഇഷ വേഗം ബാത്റൂമിന്റെ അടുത്ത് ചെന്ന് തട്ടി വിളിക്കാൻ തുടങ്ങി. അവൾ വിളിച്ചു കഴിഞ്ഞതിനും രുദ്രൻ അകത്തു നിന്ന് വരുന്നു എന്ന് മറുപടി നൽകി. അതിനാൽ തന്നെ ഇഷ രുദ്രൻ വരുന്നത് കാത്ത് ബെഡിലിരുന്നു. ഏതാണ്ട് 5 മിനിറ്റ് എടുത്തു രുദ്രൻ പുറത്തേക്ക് ഇറങ്ങി വരാൻ. അവൻ ഇറങ്ങി വന്നിട്ടോ ഇഷയ്ക്ക് മുഖം കൊടുക്കാതെ നിൽക്കുന്നത് കണ്ട ഇഷ, രുദ്ര, എന്തു പറ്റി ഈ രാത്രി? ഒരു കുളിയൊക്കെ? നിനക്ക് എന്താ ഇഷ, ഇത്ര രാത്രിയായിട്ട് നിനക്ക് ഉറങ്ങാറായില്ലേ? അവൻ അവളുടെ ചോദ്യത്തിന് മറുപടി നൽകുന്നതിന് പകരം അവളോട് ദേഷ്യം കാണിക്കാൻ തുടങ്ങി. രുദ്ര! ഇഷയുടെ ശബ്ദം കനത്തു. അപ്പോഴും രുദ്രൻ അവൾക്ക് നേരെ നിന്നില്ല. ഇഷ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് രുദ്രന്റെ അടുത്ത് വന്ന് ബലമായി തനിക്ക് നേരെ തിരിച്ചു. രുദ്രൻ വളരെ തളർന്നു നിൽക്കുകയാണ് എന്ന് ഇഷയ്ക്ക് പിടുത്തത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. അവൾക്ക് നേരെ തിരിഞ്ഞ് രുദ്രന്റെ മുഖം കണ്ടതും ഇഷ ഞെട്ടിപ്പോയി. അവൾ വേവലാതിയോടെ അവനെ ചേർത്ത് പിടിച്ചു. രുദ്ര, എന്തു പറ്റി? എന്താടാ? രുദ്രൻ പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. ഇഷ കുറച്ചു സമയം അവനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അവസാനം അവനെ അവൾ ബെഡിലേക്ക് ഇരുത്തി. എന്നിട്ട് അവനെ തലോടിക്കൊണ്ടിരുന്നു. രുദ്രൻ നിറകണ്ണുകളോടെ അവളെ നോക്കി വിറയലോടെ ചോദിച്ചു, നിന്നെ അന്ന് ഞാൻ ശരിക്കും വേദനിപ്പിച്ചില്ലേ? അറിയായിരുന്നു, അറിഞ്ഞുകൊണ്ടാണ്. പക്ഷെ ഇന്ന് എന്നോട് പൊറുക്കാൻ നിനക്കാകൂ? ഇഷ അവൻ്റെ വാക്കുകൾ കേൾക്കും തോറും അന്നത്തെ ഓർമ്മയിലേക്ക് വന്നു. തന്നെ ഭയപ്പെടുത്തുന്ന രാത്രി, ഒരു ചെകുത്താനായി രുദ്രൻ മാറിയ രാത്രി. അവളെ വെറുക്കുകയായിരുന്നു. പക്ഷെ താനിപ്പോൾ തളർന്നാൽ ഏറ്റവും കൂടുതൽ തളർന്നു പോകുന്നത് രുദ്രനാകുമെന്ന് അവൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇഷ മറ്റൊന്നും ചിന്തിക്കാതെ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി. പെട്ടെന്നായതിനാൽ രുദ്രന് ബാലൻസ് തെറ്റി. അവൻ ബെഡിലേക്ക് വീണു. ഒപ്പം നെഞ്ചോട് ചേർത്ത് ഇഷയെയും പിടിച്ചു. ഇഷ അവൻ്റെ നെഞ്ചോട് ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞു, രുദ്ര, നമുക്ക് ആ ദിവസം മറക്കാം. ഓർക്കണ്ട, അങ്ങനെയൊന്ന് നമുക്കുള്ളിൽ നടന്നിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ മുത്തു
ഈ ലോകത്ത് നിന്ന് പോകാനുള്ള കാരണം ഞാൻ ഞാനല്ലേ. അതിനുള്ള ശിക്ഷയാണ് ഇതെന്ന് ഞാൻ കരുതിക്കൊള്ളാം. പക്ഷേ ഇഷയുടെ വാക്കുകളൊന്നും തന്നെ രുദ്രനെ തണുപ്പിച്ചില്ല. തണുപ്പിക്കില്ല എന്ന് ഇഷയ്ക്കും നന്നായി അറിയാമായിരുന്നു. കാരണം അവൻ തന്നോട് ചെയ്തത് ഒരു പക്ഷേ മുത്തുവിന്റെ കാര്യം അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ താനും ക്ഷമിക്കില്ലായിരുന്നു. തനിക്കെന്നല്ല ഒരു പെണ്ണിനും ക്ഷമിക്കാൻ കഴിയില്ല. പക്ഷെ എല്ലാം കഴിഞ്ഞു. സംഭവിച്ചത് സംഭവിച്ചു. പക്ഷെ ജീവിതം ഇനിയും മുന്നിലുണ്ട്. താൻ മുന്നോട്ട് പോയേ മതിയാകൂ. ഒപ്പം രുദ്രനെയും. രുദ്ര, ഇഷ പതിയെ വിളിച്ചു. പക്ഷെ അതിന് തളർന്ന പോലെയുള്ള അവന്റെ മോള് ഇഷയെ വല്ലാതെ വേദനിപ്പിച്ചു. ഇഷ പതിയെ ഉയർന്ന് അവന്റെ നെഞ്ചിൽ തന്റെ ചുണ്ടുകൾ ആഞ്ഞു പതിപ്പിച്ചുകൊണ്ട് അവനെ ആഞ്ഞു പുൽകി. രുദ്രനും അവനും ഒന്നും മിണ്ടാതെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു. അന്നത്തെ രാത്രി വേദന നിറഞ്ഞ മനസ്സോടെ അവർ ഇരുവരും പരസ്പരം പുണർന്നു കിടന്നു. പിറ്റേ ദിവസം മുതൽ ഇഷ മനസ്സിലാക്കിയിരുന്നു രുദ്രന്റെ ഭാവം. തന്നോടെ തന്നെ പ്രണയത്തോടെ നോക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോഴുള്ള അവന്റെ ഭാവം ഇഷയ്ക്ക് പുതിയതായിരുന്നു. അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലെല്ലാം തന്നെ കുറ്റബോധം നിഴലിച്ചു. ഇഷയ്ക്ക് എത്ര നോക്കിയിട്ടും അതിൽ നിന്നും അവനെ മാറ്റാൻ കഴിഞ്ഞില്ല. 3 ദിവസങ്ങൾക്ക് ശേഷം നന്ദീവനം. രുദ്രൻ രാവിലെ റെഡിയാകുമ്പോൾ ഇഷയെ നോക്കി. അവളോട് ഇന്ന് തനിക്കൊപ്പം വരണമെന്ന് ആവശ്യപ്പെട്ടതിനാൽ ഇഷ മറ്റൊന്നും പറയാതെ റെഡിയാവുകയാണ്. ഇടയ്ക്ക് എന്തോ സൗണ്ട് കേട്ട് രുദ്രൻ നോക്കുമ്പോൾ കയ്യിൽ കുങ്കുമച്ചെപ്പുമായി തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ടതും രുദ്രന്റെ മനസ്സ് ഒന്നിടറി. എന്നാലും അവൻ ചിരിയോടെ അവളെ നോക്കി തലയാട്ടി. ഇഷ കയ്യിലെ ചെപ്പുമായി അവന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പ്രണയം നിറഞ്ഞ കണ്ണുകളോടെ അവന്റെ നേരെ അവളത് നീട്ടി. രുദ്രൻ അതിൽ നിന്ന് ഒരു നുള്ളു കുങ്കുമം അവളുടെ നെറ്റിയിൽ നെറുകിൽ തൊടുമ്പോൾ നിറഞ്ഞ മനസ്സോടെ ചിരിക്കുന്നവളുടെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുക്കാൻ രുദ്രൻ മറന്നില്ല. എല്ലാം കഴിഞ്ഞ് അവർ ഇരുവരും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അവർ ഹാളിലേക്ക് വരുമ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. ജാനകി ഹാളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഒപ്പം അവളെ പരിചരിച്ചുകൊണ്ട് ദേവനും അടുത്തുണ്ട്. ജഗത് ഇപ്പോഴത്തെയും പോലെ ഫോണിലിരിക്കുന്നു. ജോലിക്ക് പോകുന്ന സ്വഭാവം അവനില്ലാത്തതിനാൽ വീട്ടിൽ തന്നെയുണ്ട്. രുദ്രൻ താഴേക്ക് വരുന്നത് പക്ഷെ ആരും കണ്ടില്ല. അപ്പോഴാണ് ജയദേവന്റെ ശബ്ദം ആ റൂമിൽ മുഴങ്ങിയത്. രുദ്ര! അയാൾ രുദ്രനെ നോക്കി അലറി. അയാളുടെ അലർച്ചയിൽ ഹാളിലിരുന്ന് എല്ലാവരും ഞെട്ടി. ഒപ്പം അവർ സ്റ്റെപ്പ് ഇറങ്ങി വന്ന രുദ്രനെയും കണ്ടു. ജയൻ ദേഷ്യത്തിൽ വന്ന് രുദ്രനോട് ചോദിച്ചു, ഞാൻ അറിഞ്ഞതൊക്കെ സത്യമാണോ? ചെറിയച്ഛൻ എന്താ അറിഞ്ഞതെന്ന് ആദ്യം പറ. സൗമ്യമായി പറയുന്നവനെ കണ്ട് ജയദേവൻ, ഭാര്യയുടെ എല്ലാ സ്വത്തുക്കളും ഇവളുടെ പേരിലേക്ക് മാറ്റി എന്നത് സത്യമാണോ? ജയൻ ഇഷയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അലറി. ഇഷയാണെങ്കിലും കേട്ട കാര്യങ്ങളിൽ ഞെട്ടലോടെ രുദ്രനെ നോക്കി. അവൻ പക്ഷെ അവളെ ശ്രദ്ധിക്കാതെ മുന്നിലുള്ള ജയദേവനോട്, അല്ല, അച്ഛൻ്റെ സ്വത്തുക്കൾ മകളുടെ പേരിലോട്ടല്ലാതെ പിന്നെ? മനസ്സിലായില്ല? രുദ്രൻ നിസ്സാരമായി ചോദിച്ചു. അവന്റെ ഭാവം ജയനിൽ ദേഷ്യം നിറച്ചു. അയാൾ അവനോട് പിന്നെയും ചോദിച്ചു, അങ്ങനെയല്ലല്ലോ നമ്മുടെ ഡീൽ. നമ്മുടെ ഡീലോ? എന്ത് ഡീൽ? അങ്കിളിന്റെ സ്വത്തുക്കൾ കൈവിട്ടു പോകുന്നത് എന്നോട് പറഞ്ഞതൊക്കെ അതിലെന്ത് ഡീൽ? അവൻ ശബ്ദമുയർത്തി. പെട്ടെന്ന് അയാൾ വാക്കുകളില്ലാതെ പതറി. പിന്നെ അവസാന ശ്രമം എന്നോണം, നീ എൻ്റെ അമ്മയെ കൊന്ന് ഇവളുമായി മതി. ജയനെ ബാക്കി പറയാനാകാതെ കൈ ഉയർത്തി അവൻ നിർത്തിച്ചു. കാരണം അവൻ അറിയാമായിരുന്നു ജയൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇഷയെ തളർത്തുമെന്ന്. അതിനി സമ്മതിക്കില്ല എന്ന വാശിയിൽ രുദ്രൻ തുടർന്നു. കൊള്ളാം, ജയദേവൻ വല്യച്ച അന്ന് വാര്യരങ്ങളുടെ പാർട്ണർ ചതിച്ചതും ഒപ്പം പണിതുകൊണ്ടിരുന്ന ബിൽഡിംഗ് ഇടിഞ്ഞു വീണതും എല്ലാം എങ്ങനെയാണ് എന്ന് ഞാൻ കണ്ടുപിടിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചോ അതിൽ നിങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ. ഉണ്ടായാൽ ജയദേവൻ വല്യച്ച നിങ്ങളെ കാലിന് പോലും ഞാൻ കൊടുക്കില്ല.
രുദ്രനാണ് പറയുന്നത്. രുദ്രന്റെ വാക്കുകൾ അവിടെ മുഴങ്ങി. അവന്റെ ശബ്ദത്തിന്റെ കാഠിന്യത്തിൽ ആ വീട് നടുങ്ങി. ജയദേവൻ ഭയത്തോടെ അവനെ നോക്കി. രുദ്രൻ എല്ലാവരെയും ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ഞെട്ടി നിൽക്കുന്ന ഇഷയുമായി അവൻ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. ഇഷയുടെ കണ്ണുകൾ രുദ്രനോടുള്ള പ്രണയം നിറഞ്ഞിരുന്നുവെങ്കിൽ ബാക്കിയുള്ളവരിൽ ഭയമായിരുന്നു. എന്നാൽ ഒരു കണ്ണിൽ മാത്രം പകയും വെറുപ്പുമായിരുന്നു. ആ വീട്ടിൽ അവരോട് പകയുള്ളൊരു വ്യക്തി, ആരുടെയും കണ്ണിൽ പെടാതെ മാറി നിൽക്കുന്നവൻ, അല്ലെങ്കിൽ മാറി നിൽക്കുന്നവൻ ആരായിരിക്കും? കണ്ടുപിടിക്കാം. തുടരുന്നു.